പുത്രൻ വന്ധ്യവരെന്നും പർവീസായ ഫലമായി വനേ പൂച്ചെടി പോലെ പാർക്കുമോ ഓലം വാദാപലോലം മരണമടഞ്ഞൊരു ദാസനെ ജീവസ്വരമതുണമേ അവരെ നുദ്യാനാത്തിന സൗമൻ കാലസ്കുരിയേലായി സോ രാജാവിരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ പ്രദയ ദേവർക്കും നൽകുമോ അവരോടേഴും നേറ്റോ വേഗം ശരീരം ഭാഷി ചന്ദ്രക്കൊമ്പരം ജീവൻ പാതാളത്തിൽ പോകാനായിടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ വന്നെത്തു മരിച്ചതു ഞാൻ എന്നു മഹത്വം മറിയോറാകൻ വേലയിനോ ആധാരേ കള്ളന് കിട്ടിയ നീന്റെ പാലം നൃത്തത്തെ കൊണ്ടാടി മരിച്ചോരൻ കൈ കൊണ്ടിടേണം. നിത്യമാം പ്രകാശമേ നയിക്കുകന്നെ നീ ചുറ്റിലും ഇരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണു പോ എൻ ഗ്രഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക നീ നയിക്കുക. കടന്നു പോന്ന കാലമോർക്കുമെങ്കിലോ ഞാൻ മതി എനിക്കു തന്നെ എന്ന ചിന്തയാ. എന്റെ മാർഗം എന്റെ ഇഷ്ടമെന്ന പോലെയാ. നിന്റെ രക്ഷണീയ പാത തേടിടാതെ ഞാൻ നീ നയിക്കുക സാദരം വിഭോ നിൻ
പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക. ചേർന്നിടുന്ന പൊന്നുഷസ്സില ഭീതിലേശമേശിടാത്ത നാളെ നോക്കി ഞാൻ എന്നിൽ മാത്രം ആശ വെച്ചു ഞാൻ കടന്നു പോയി. നിൻ മനസ്സിലോട്ടിടാതെ നീ നയിക്കണേ, നീ നയിക്കുക. സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക. നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ. ചുറ്റിലും ഇരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണു പോ. എൻ ഗ്രഹത്തിൽ നിന്നു വേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക. സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല മഹത്വവും സദാ അർപ്പിക്കുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപനായ സ്തുതിയും ബഹുമാനത്തിന്റെ മരണാർത്ഥം വഹിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ആദിയിൽ ഉണ്ടായിരുന്നവരും ഇപ്പോഴും ഉള്ളവരും നോലക്കുന്നവരും തന്റെ പിതാവിന്റെ മൗനത്തിൽ വിശുദ്ധ മാലാഖമാർക്കൊപ്പം വരുവാനിരിക്കുന്നവരുമായ മഷികാതമ്പുരാനെ സങ്കേതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് നിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ഗോപിയന്മാരും ശ്രദ്ധയുള്ളതായ ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദം മൂലം നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമി തിരിച്ചുയർന്നു പോയ എല്ലാ ശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു.
നീയോടുദ്ധാനത്തോളം താനുവേ നിവാസി ലേഖനത്തിൽ നിന്ന് മഹായി ബാറക്മോ നീതിയോടെ ഹൃദയത്തെ ഉണർത്തുകയും നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകളിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടുകൂടി വരുമെന്നും ചോദിച്ചേക്കാം. ഘോഷാ, നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ല എങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പുകളുടെയോ യവത്തിൻ്റെയോ മറ്റേ വിത്തുതരങ്ങളുടെയോ വെറും മണിയത്രേ. എന്നാൽ ദൈവം യഥേഷ്ടം അതിന് ശരീരത്തെ കൊടുക്കുന്നു. വിത്തുകളിൽ ഓരോന്നിനും അത് അതിൻ്റെ സ്വാഭാവിക ശരീരത്തെ കൊടുക്കുന്നു. എന്തെന്നാൽ എല്ലാ ശരീരവും ഒരുപോലെയല്ല. മനുഷ്യൻ്റെ ശരീരം വേറെ, മൃഗങ്ങളുടെ ശരീരം വേറെ, പക്ഷികളുടെ ശരീരം വേറെ, മത്സ്യങ്ങളുടെ ശരീരം വേറെ. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് വേറെ, ഭൗമികരുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. ഒരു നക്ഷത്രം മറ്റൊരു നക്ഷത്രത്തെക്കാൾ തേജോമയമായിരിക്കുന്നു. അപ്രകാരം തന്നെയാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനവും. ക്ഷയത്തിനായി വിതയ്ക്കപ്പെടുന്നു, അക്ഷയമായ ഉദ്ധാനം ചെയ്യുന്നു. തുച്ഛമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാനം ചെയ്യുന്നു. പ്രാണമയമായ ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. പ്രാണമയമായ ശരീരമുണ്ട്, ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാമത്തെ മനുഷ്യനായ ആദാം ജീവൽ പ്രാണിയായി തീർന്നു എന്തെങ്കിലും എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മമയനല്ല ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാകപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. മൃണ്മയൻ എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെ മൃണ്മയരും, സ്വർഗീയരെങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. മൃണ്മയന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും നാം ധരിക്കും. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, ശരീരത്തിനോ രക്തത്തിനോ സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, നശ്വരമായതിന് നശ്വരതയെ അർഹിക്കാവുന്നതല്ല എന്ന് ഞാൻ പറയുന്നു. ഇതാ ഒരു രഹസ്യവും ഞാൻ നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളമൂതുമ്പോൾ കണ്ണി വയ്ക്കുന്നത് പോലെ എത്ര ചുട്ടതിയിൽ നാം രൂപാന്തരപ്പെടും. മരിച്ചവർ ക്ഷയമായ പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. യേശുവാകട്ടെ അവരോട് ഇപ്രകാരം പറഞ്ഞ്, ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നവയെല്ലാവരും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവൃത്തികളെ അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതനായ വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവനെ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവനാ നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണവിത്ത് വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന ആ സമയം വരുന്നു, അതിപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു.
ശവക്കല്ലറകൾ സ്ഥിതി ചെയ്യുന്നവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുത്ഥാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പരിശുദ്ധന്മാരോടുകൂടിയുള്ള പരമാനന്ദത്തിനുമായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. മണ്ണിലേക്ക് വന്ന് തിരികെ ചേരും വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്ത് അരുൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതിനാലെ തിരികെതായ ദാസനിൽ നിറവേറ്റപ്പെട്ടിരിക്കുന്നു. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഉല്ലനതുല്യം നരനുടെ നാളുകളും
ജീവാസ്വരമതു നടത്തണമേ അവരെന്നു ധ്യാനത്തില്ല പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനൻ നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ